നമസ്കാരം, എൻ്റെ പേര് ലീജ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു മസാല ചായയുടെ റെസിപ്പി ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാനിവിടെ 2 ഗ്ലാസ് ചായയാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി സ്റ്റൗ ഓണാക്കി ഒരു സോസ് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തു. വെള്ളം നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കുവാണ്. ഒരു ഏലക്ക ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുക്കുവാണ്. അതിനോടൊപ്പം തന്നെ പുതിനയില ഒരല്പം ചേർത്ത് കൊടുക്കാം. എന്നാലേ നമ്മുടെ മസാല ചായക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടത്തുള്ളൂ. ഇപ്പം ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുക്കുവാണ്. നല്ല കടുപ്പത്തിലുള്ള ചായയാണ് ഞാൻ തയ്യാറാക്കുന്നത്. തിളച്ച് വരുമ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ചെറു തീയിൽ ഒരു 3 മിനിറ്റ് നേരം വെക്കുക. എന്നാലേ ഈ മസാലയുടെ ഫ്ലേവറും തേയിലയുടെ കടുപ്പമൊക്കെ നന്നായിട്ട് ഇറങ്ങത്തുള്ളൂ. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. കടുപ്പം നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മസാലയുടെ ഫ്ലേവർ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നേരത്തെ വെള്ളം എടുത്ത അതേ കപ്പിന് 1 കപ്പ് പാല് ഞാനിവിടെ ചേർത്ത് കൊടുക്കുവാണ്. പാലിൻ്റെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണിൽ കൂടുതൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ചെറു തീയിൽ വീണ്ടും ഒരു 3 മിനിറ്റ് നേരം വെക്കാം. എന്നാലേ നമ്മുടെ മസാല ചായക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ആ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് ചായയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചായ നന്നായിട്ട് തയ്യാറായി വന്നിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം ഈ ഒരു സമയത്ത്. ചായ ഇപ്പം അരിച്ച് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ചായ ഇപ്പം നന്നായിട്ടൊന്ന് പതപ്പിച്ചെടുക്കാം. എന്നാലേ നമുക്ക് ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഒരു കപ്പിലേക്ക് ഒഴിക്കുവാണ്. അപ്പോൾ ഒരു പ്രാവശ്യം എല്ലാവരും ഈ ഒരു രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതിനോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.